ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അനന്തമാഷി രാവിലെ തന്നെ അമ്പിളിയെയും രഘുവിനെയും കാണാൻ വേണ്ടി അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അമ്പിളിയാണെങ്കിലോ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം അച്ഛൻ ഇത്രയും കാലം പറഞ്ഞതുപോലെയൊന്നുമല്ല, ഇപ്പം നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ട്. നല്ലൊരു ഷെയർ തന്നെ തങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് അധികം ആയിട്ട് എന്തെങ്കിലും തരും. അത് വെച്ചൊരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് രഘുവും മകളും താനുമായിട്ട് താമസിക്കണം, അങ്ങനെ സ്വന്തമായിട്ട് ഒരു ജീവിതം കെട്ടിപ്പക്കി ഉണ്ടാക്കണം എന്നൊക്കെയാണ് അമ്പിളി ആഗ്രഹിക്കുന്നത്. അങ്ങനെ അനന്തമാഷ് അങ്ങനെ വന്നു, അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ സംസാരിച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ശബരിയും ദയയും കൂടി അങ്ങോട്ട് വരികയാണ്. മറ്റൊന്നല്ല, ഒരു 20 ലക്ഷം രൂപ നമ്മുടെ അനന്തമാഷിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനാണ്. കാരണം എന്താ പറയുക, ശബരിക്ക് ആ ഒരു ഇൻഷുറൻസിന്റെ തുക കിട്ടിയില്ലല്ലോ. അപ്പം ഇപ്പോൾ ഈ വിഷുവിന്റെ ഈ കച്ചവടമൊക്കെ ഇതാക്കണമെങ്കിൽ എന്തായാലും 10-20 ലക്ഷം രൂപ വേണം. അപ്പൊ അത് തൽക്കാലം കടമായിട്ടെങ്കിലും അനന്തമാഷിനോട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ തങ്ങളിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണെന്നെല്ലാം ശബരിയും ദയയും കൂടി അറിയിച്ചപ്പം രഘുവിനോട് ചോദിക്കുകയാണ്, രഘു ഇപ്പം എന്ത് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് തരാൻ വെച്ചിരുന്നാണ് എന്നൊക്കെ ഉള്ളതിൽ അനന്തമാഷ് പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഇപ്പം എന്തായാലും ഇവരുടെ ആവശ്യം നടക്കട്ടെ, അതിനല്ലേ അത്യാവശ്യം എന്ന് രഘുവും പറയാം കേട്ടോ. അങ്ങനെ അപ്പം പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ അനന്തമാഷ് പറയാം, എന്നാൽ പിന്നെ നിങ്ങളുടെ ആവശ്യം തന്നെ ആദ്യം നടക്കട്ടെ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ശബരിക്ക് 20 ലക്ഷം കൊടുക്കാൻ അനന്തമാഷി സമ്മതിക്കാണ്. അത് കേട്ട ഉടനെ തന്നെ അവിടെ അമ്പിളിക്ക് അങ്ങ് കലി കയറുകയാണ് കേട്ടോ. അല്ലെങ്കിലും സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കലാണല്ലോ അമ്മാവിന്റെ അനന്തരവന്റെ സ്ഥിരം ജോലി. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അമ്പിളി റൂമിലേക്ക് പോയിട്ട് ബാഗും കുട്ടീനെയും ഒക്കെ എടുത്തിങ്ങായിട്ട് പുറത്തേക്ക് പോകാം കേട്ടോ. ഈ സമയത്ത് അനുപമ പിറകെ ചെന്നിട്ട് ചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെ നിൽക്കുന്നൊക്കെ പറയുമ്പോൾ ഇല്ലനു, നാണം കെട്ടിട്ടേ വീതം ചോദിക്കാൻ വന്നതാ, ഇനി ഇവിടെ നിൽക്കുന്ന പ്രശ്നമില്ല, എനിക്ക് എന്ത് വില ഇവിടെ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു, ഇനി തെണ്ടിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ മോളെ നോക്കി ജീവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിളി ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാൻ കേട്ടോ. അനന്തമാഷാണെങ്കിലോ എന്ത് ചെയ്യണമെന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ശബരിയോട് പണം കൊടുക്കില്ലെന്ന് പറയാനും പറ്റില്ലല്ലോ. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലായിപ്പോയി. അമ്പിളിയാണെങ്കിൽ ഇനിയിപ്പോൾ എന്തെല്ലാം പുകിലുണ്ടാക്കുന്നത് നമുക്ക് കണ്ടറിയാം. ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുശീലയാണ് കേട്ടോ. സുശീല എന്തായാലും സച്ചി സാറിനെയും മകളെയും ഭാര്യയും ഒക്കെ അമ്പലത്തിൽ വെച്ച് വെല്ലുവിളിച്ചിട്ട് പോകുന്നതാണ്. സത്യന്റെയും അതേപോലെ തന്നെ സച്ചി സാറിന്റെ മകളുടെയും വിവാഹം നടത്താൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അതിന് മോളെ കൊണ്ട് സത്യനെ വിളിപ്പിക്കല്ല, എന്നോട് സംസാരിക്കുക വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് സുശീല അമ്പലത്തിൽ നിന്ന് പോകുന്നത്. എന്ന് വെച്ചാൽ തനിക്ക് കല്യാണത്തിന് വിരോധമൊന്നും ഇല്ലാതുള്ള ഒരു ഹിന്റാണ് അവിടെ കൊടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ സുശീലയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പ്രതിഭയെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടണമല്ലോ, എന്നിട്ട് മാത്രമല്ലേ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. അതിനുവേണ്ടി പ്രതിഭയായിട്ട് വെറുതെ എന്താ പറയാ, തൊട്ടതിനും തൊടാത്തതിനും എല്ലാത്തിനും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യം പറയുന്നുണ്ട്. ഈ സമയത്ത് ഇന്ദ്രനും സോനയും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തില് നമ്മുടെ നീയേ ആ എന്താ പറയാ സച്ചി സാറിന്റെ മകളും ആയിട്ടുള്ള ഇന്ദുവും അതേപോലെ തന്നെ സത്യനും തമ്മിൽ ഇപ്പോഴും ഫോൺ വിളിക്കുന്നുണ്ടെങ്കിലേ നിന്നെ അവന് വലിയ താല്പര്യം കാണില്ല. അതെങ്ങനെയാ, കല്യാണ മുഹൂർത്തത്തിന്റെ ആ ഒരു മണ്ഡപത്ത് വെച്ചിട്ടല്ലേ പെണ്ണിനെ മാറ്റിയത്. അവന് ഇന്ദുവിനോട് സ്നേഹമുള്ളതുകൊണ്ട് തന്നെയായിരിക്കും ആ വിവാഹത്തിന് നിന്നത്. പിന്നെ എല്ലാരും കൂടി പറഞ്ഞ് മനസ്സ് മാറ്റിയപ്പം അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കും. അവനല്ലേലും ഒരു ദുർബലനാ. ആരുടെയെങ്കിലും സങ്കടമൊക്കെ കേട്ട് കഴിഞ്ഞാലേ അങ്ങോട്ട് പോകും. പണ്ട് ചീരുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയാം കേട്ടോ. അതിൽ നമ്മുടെ എന്നാലും നീ ഒരു ഭാര്യയായിട്ട് ഭർത്താവിന് മറ്റൊരു പെണ്ണായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് നീ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള തരത്തിൽ പ്രതിഭയോട് സുശീല സംസാരിക്കാൻ കേട്ടോ. അത് കേട്ടപ്പം നമ്മുടെ പ്രതിഭയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുശീല ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതെന്ന് പ്രതിഭയ്ക്ക് മനസ്സിലായി. അപ്പൊ പ്രതിഭ പറഞ്ഞു, സച്ചി സാറിന്റെ മകള് ഇന്ദുവായിട്ട് മാത്രമല്ല അനുചേച്ചിയായിട്ടും സത്യൻ ഇടപെടുന്നതെല്ലാം സൂക്ഷിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ സുശീല എടി എന്ത് പറഞ്ഞടിന്ന് വെച്ചിട്ട് നമ്മുടെ പ്രതിഭയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഒങ്ങാൻ കേട്ടോ. അത് കണ്ടു നിന്നത് നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞിട്ട് അമ്മേ മതി നിർത്തിക്കോ, അമ്മയ്ക്ക് ഇനിയും സമാധാനമായിട്ടില്ലേ, ഇനി മരുമോളെ അടിച്ചു എന്നുള്ള ഒരു പരാതി മാത്രമേ അമ്മേനെ കുറിച്ച് കിട്ടാത്തേ ഉള്ളൂ, അതും കൂടി ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ ഇന്ദ്രൻ ഇറങ്ങി പോവാൻ കേട്ടോ. അങ്ങനെ സുശീല അവിടെ ഒറ്റപ്പെടുകയാണ് കേട്ടോ. പ്രതിഭയാണെങ്കിലോ തിരിച്ചു പോവുകയും ചെയ്തു. ഇവളിപ്പം ആദ്യം നിന്ന പോലെയൊന്നും അല്ല, ഇവളുടെ അച്ഛന്റെ മാതിരി തന്നെ പതുങ്ങി നിന്നിട്ടേ ഇപ്പൊ എനിക്കെതിരെ വാളെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്നെ ഞാൻ കാണിച്ചു തരാടി, എന്ത് വില കൊടുത്തിട്ടാണേലും നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഇവിടുന്ന് കെട്ടിക്കും, എന്നിട്ട്
ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സച്ചി സാറിന്റെ മകള് ഇന്ദുവിനെ ഞാൻ സത്യന്റെ ഭാര്യയായിട്ട് ഇവിടെ കൊണ്ടുവരുടി. എന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ താല ഉയർത്തി ജീവിക്കാൻ കഴിയൂന്നൊക്കെ നമ്മുടെ സുശീല മനസ്സ് കരുതാണ് കേട്ടോ. എന്തായാലും സുശീല എന്ത് വില കൊടുത്തിട്ടും സത്യനെ പ്രതിഭയെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അതാണ് ഇപ്പൊ സുശീലയുടെ ഏക ഒരു പ്രതീക്ഷ. സച്ചി സാറിന്റെ കുടുംബമായിട്ട് ഇനിയൊരു ബന്ധം വേണമെങ്കിൽ സത്യനെയും ഇന്ദുവിനെയും പിരിച്ചേ തീരൂന്ന് നമ്മുടെ സുശീലയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്ദ്രനെയും അനുപമയും സിമ്പിളായിട്ട് പിരിച്ച് കൈ കൊടുത്ത പുള്ളിയല്ലേ, അതുകൊണ്ട് ഇതും സിമ്പിൾ ആണെന്ന് തന്നെയാണ് നമ്മുടെ സുശീല വിചാരിക്കുന്നത്. പക്ഷെ ഇന്ദ്രനല്ല സത്യൻ എന്നുള്ള കാര്യം സുശീല അവിടെ മറക്കുകയാണ്. എന്തായാലും സുശീലയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടട്ടെ. വീണ്ടും അടുത്ത കിടലം വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.